സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഞാൻ വിളിച്ചു, റെസ്പോണ്ട് ചെയ്തില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം മറുപടി തന്നില്ല. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമാകട്ടെ, ഒരു പുതിയ വാഹനമാകട്ടെ, ഏത് വാഹനമാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു വാഹനമായിട്ട് നടക്കുന്നതിൽ ഒരു കഥയില്ല. നമ്മളിപ്പം പണ്ടൊക്കെ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സാധാ ടച്ച്, ഒരു കീപാഡുള്ള ഫോണൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു ടച്ച് ഫോൺ കിട്ടിയപ്പം പഠിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും പലരും ഉണ്ട്, വാഹനത്തിൻ്റെ എവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടത്, അതായത് സ്ക്രീൻ വാഷ് ഫില്ല് ചെയ്യേണ്ടത് എവിടെയാണെന്ന് പോലും അറിയാത്ത ആൾക്കാർ. ഈ വീഡിയോയിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചോണം. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഏതായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സംഗതി എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങളൊരു വാഹനം യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വാഹനത്തിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് കാര്യം, സർവീസ് സെൻറ്റർ. നിങ്ങൾ സർവീസ് ചെയ്യുന്ന എവിടെയാണോ ആ സർവീസ് സെൻറ്ററിൻ്റെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എപ്പോഴും കയ്യിൽ വേണം. പുതിയ വാഹനം എടുക്കുന്ന പലരും പറയുന്നൊരു കംപ്ലയിൻ്റാണ്, അല്ലെങ്കിൽ പലരും പറയുന്നൊരു കാര്യമാണ്, സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഞാൻ വിളിച്ചു, റെസ്പോണ്ട് ചെയ്തില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം മറുപടി തന്നില്ല. വാഹനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ പണി അവിടെ കൊണ്ട് തീർന്നു. ഇപ്പോഴത്തെ ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു സെനേറിയോ ആണ് ഞാൻ പറഞ്ഞത്. അവർ കണക്ട് ചെയ്ത് തരുന്ന നല്ല നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും കുറ്റപ്പെടുത്തി പറഞ്ഞാൽ ചിലരെങ്കിലും ഉണ്ട്. പക്ഷേ നിങ്ങളൊരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡെലിവറി എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ സർവീസ് സെൻറ്ററിലുള്ളൊരു കോൺടാക്റ്റ് നമ്പർ, അവിടുത്തെ സർവീസ് അഡ്വൈസറിൻ്റെ ആകട്ടെ, അവിടുത്തെ മാനേജറിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമർ കെയർ മാനേജറുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ നമ്പർ നിങ്ങളുടെ പക്കലുണ്ടായിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കംപ്ലയിൻസോ ഡൗട്ടുകളോ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ച് ചോദിക്കണം. അല്ലാതെ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വാഹനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോ വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കത്തില്ല അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ ചോദിച്ചോണം. പിന്നെ ഞാനിത് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ വാഹനത്തിന് വന്ന കംപ്ലയിൻ്റ് ആയിരിക്കത്തില്ല നിങ്ങളുടെ വാഹനത്തിന് വന്ന്. എൻ്റെ ചിലപ്പം വാഹനം ഇറങ്ങുമ്പോൾ ബ്രേക്ക് ചവിട്ടാത്തപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്, വേറൊരാളുടെ ബ്രേക്ക് ചവിട്ടുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ രണ്ടും വരുന്നത് എന്നാ ബ്രേക്ക് സൗണ്ടാണ്. അപ്പോൾ ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു, എടാ ബ്രേക്ക് പാഡ് മാറിയാൽ മതി, ശരിയാകും. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി പോയി ബ്രേക്ക് പാഡ് മാറും. എൻ്റെ വാഹനത്തിൽ ഈ സൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ ബ്രേക്ക് പാഡ് മാറിയപ്പോൾ മാറി. ഇയാൾ പുറത്ത് പോയി ബ്രേക്ക് പാഡ് മാറുന്നു, സൗണ്ട് മാറിയില്ല. പിന്നെ അഴിച്ചും പിടിച്ചൊക്കെ നോക്കിയപ്പോൾ ഹബിൻ്റെ പ്രശ്നമാണ്, ഹബ്ബ് മാറേണ്ടി വന്നു. അപ്പോൾ ശരിക്കും ബ്രേക്ക് പാഡ് മാറേണ്ട കാര്യമില്ലായിരുന്നു, ഹബ്ബ് മാറിയാൽ മതിയായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കണം. ഒന്ന്, ഈ ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ അന്നേരം അവരോട് പറയുന്നൊരു കാര്യം, ഞാൻ കുറച്ച് തിരക്കില്ലാന്ന് വല്ലതും പറഞ്ഞ് ഞാൻ ചിലപ്പോൾ വിടും. കാരണം നല്ല തിരക്കായിട്ടിരിക്കുന്ന സമയത്ത്, രാകേഷ് എൻ്റെ വണ്ടിയുടെ സ്റ്റാർട്ട് ആകുന്നില്ല കേട്ടോ, ഇതായിരിക്കും കിട്ടുന്ന ചോദ്യം. എനിക്ക് ചില സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്ന വേറൊന്നുമല്ല, നല്ല തിരക്കായിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ കോൾ വരുന്നത്. എന്നാൽ ഏതാണ് വാഹനം, ഏതാണെന്നൊന്നും ചോദിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇടാം. പക്ഷേ വീഡിയോസ് കണ്ടിട്ട് വേണം വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവുമായിരിക്കും, ഞാൻ എൻ്റെ വർക്കിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സംഗതി കുറച്ച് ലേറ്റ് ആവുമായിരിക്കും, അത് മാത്രം. പക്ഷേ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പറഞ്ഞു വന്ന കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് പീരീഡ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എഞ്ചിൻ ഓയിൽ മാറേണ്ടത് എപ്പോഴാണ്, കൂളൻ്റ് മാറേണ്ടത് എപ്പോഴാണ്, എയർ ഫിൽറ്റർ മാറേണ്ടത് എപ്പോഴാണ്, ഫ്യൂൽ ഫിൽറ്റർ മാറേണ്ടത്, സ്പാർക്ക് പ്ലഗ് മാറേണ്ടത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി അറിയത്തില്ലെങ്കിൽ ഇതൊക്കെ എവിടെയാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു വാഹനത്തിൻ്റെ സർവീസ് മാനുവൽ അഥവാ ഓണേഴ്സ് മാനുവൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഓണേഴ്സ് മാനുവൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര മാസം കൂടുമ്പോഴത്തേക്കും ഇന്ന സർവീസുകൾ ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സർവീസുകൾ കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ വാഹനത്തിന് ഒരു കംപ്ലയിൻറ്റും വരുന്നതായിരിക്കത്തില്ല. പക്ഷേ പലരും ചെയ്യുന്നത് എന്താണ്, ഓട്ടം കുറവാണ്, ഞാൻ ഈ സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഏറ്റവും വലിയൊരു തെറ്റിലോട്ട് കൊണ്ടുവരുന്നത്. കാരണം അന്നേരം ഒന്നും വാഹനത്തിന് ഒരു കംപ്ലയിൻറ്റും കാണിക്കത്തില്ല. ഇപ്പം ഈ വീഡിയോയുടെ കമൻറ്റിൽ ചിലപ്പോൾ ഒരുപാട് പേര് വന്ന് പറയുമായിരിക്കും, എൻ്റെ വാഹനം ഇപ്പം 2 വർഷമായിട്ട് ഞാൻ സർവീസ് ചെയ്യുന്നില്ല, ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ഓടുന്നുണ്ട്. യെസ്, ഓടുന്നുണ്ട്. പക്ഷേ ഒരു പണി വരുമ്പോൾ
കിട്ടുന്ന ഒരു പണി ചെറുതായിരിക്കത്തില്ല, വലിയൊരു പണിയായിരിക്കും കിട്ടുന്നത്. അതേ സ്ഥാനത്ത് കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന ഒരു വാഹനത്തിന് ഒരിക്കലും കംപ്ലയിൻറ്റ് വരില്ല. ഈ വരില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വാഹനത്തിന് കംപ്ലയിൻറ്റ് വന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ആയിരിക്കത്തില്ല വരുന്നത്. പ്രോപ്പറായിട്ടുള്ള സർവീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിന് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. നിങ്ങൾ എടുക്കുന്ന ഒരു പുതിയ വാഹനമാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് വാഹനമാണല്ലോ, സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു കഴിഞ്ഞാൽ തരുന്നയാൾ സർവീസ് എല്ലാം ചെയ്തെന്ന് പറഞ്ഞ് തന്നാലും 90% ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ 10% ജെനുവനായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. 90% പേരും ചെയ്യുന്നൊരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞിങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻജിൻ ഓയിൽ എടുത്ത് സ്റ്റിക്ക് ചെയ്യുന്ന കയ്യിലോട്ട് പുരട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കട്ടി അല്ലെങ്കിൽ അതിൻ്റെ കളറ്, ഈ കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതിൻ്റെ ഓയിൽ മാറിയതാണ്. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അതിൻ്റെ സർവീസ് കംപ്ലീറ്റ് ചെയ്യണം. എൻജിൻ ഓയിൽ മാറണം, കൂളൻ്റ് മാറണം, ബ്രേക്ക് ഫ്ലൂയിഡ് മാറണം, ഫ്യൂവൽ ഫിൽറ്റർ മാറണം, സ്പാർക്ക് പ്ലഗ് മാറണം. പെട്രോൾ ആണെങ്കിൽ, ഡീസലാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഇല്ല, അത് മാറണ്ട. എയർ ഫിൽറ്റർ മാറണം, AC ഫിൽറ്റർ മാറണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മാറി വിട്ടോണം. കാരണം ഇതൊരു ബേസിക് കാര്യമാണ്. ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് വിട്ടാൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ മുമ്പോട്ട് വേറെ പ്രശ്നങ്ങൾ വരത്തില്ല. സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്ത ആൾക്കാർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ സർവീസ് ചെയ്തല്ലേ തന്നെ, ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കാം. പക്ഷെ അവരത് പ്രാക്ടിക്കലി ഒന്നും ചെയ്ത് കാണത്തില്ല. അവിടെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യം മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന് പകുതി മുക്കാലും കംപ്ലയിൻറ്റ് വരില്ല. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൻ്റെ ടയർ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു വാഹനത്തിൻ്റെ ടയർ എങ്ങനെ മാറണമെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. മാറാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല, പക്ഷേ സ്പെയർ വീൽ എവിടെയാണ് വരുന്നത്, ജാക്ക് യൂണിറ്റ് എവിടെയാണ് വരുന്നത്, എവിടെയാണ് ജാക്കിൻ്റെ പോയിന്റ് വരുന്നത്, അതായത് ജാക്കി വെക്കേണ്ട പോയിന്റ് എവിടെയാണ് വരുന്നത്, ലിവർ എവിടെയാണ് ഇരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഒരു തവണ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊന്ന് ജാക്കി വെച്ച് പൊക്കി നോക്കണം. ടയർ അഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം ഒന്ന് കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സ്വന്തമായിട്ട് എല്ലാവരും, ഇതിപ്പം ആൺ പെൺ ഭേദമില്ലാതെ എല്ലാവരും വാഹനം ഓടിക്കുന്നുണ്ട്, എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ സഹായം തേടേണ്ടി വരും. ഒരാൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ചെന്ന് പെട്ടുപോകുന്നതെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ടയർ ഇൻഫ്ലേറ്റർ എപ്പോഴും വാഹനത്തിൽ വെക്കുന്നത് നല്ലതാണ്. അത്യാവശ്യമാണ്, നല്ലതെന്നല്ല, അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഡാഷ് ക്യാം. വാഹനത്തിലൊരു ഡാഷ് ക്യാം ഇന്നത്തെ ഒരു സെനീറിയോയിൽ അത്യാവശ്യമാണ്. എത്ര പറഞ്ഞാലും പലരും മനസ്സിലാക്കത്തില്ല, എനിക്കെന്തിനാണ് ഡാഷ് ക്യാം. ഒരു പണി കിട്ടുമ്പോഴേ നമ്മളൊക്കെ പഠിക്കാറുള്ളൂ. ഒരു പണി കിട്ടിക്കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി റേറ്റ് ഉള്ളത് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. റേറ്റ് കുറഞ്ഞ് എന്നാൽ ഫ്രണ്ടും ബാക്കും വരുന്നത്. എന്നോട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഫ്രണ്ട് ഡാഷ് ക്യാം മാത്രം പിടിപ്പിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വാഹനം ഫ്രണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കത്തില്ല വന്നിരിക്കുന്നത്, ബാക്കിൽ നിന്ന് വന്നിടിച്ചാൽ എന്ത് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടതാണ്, ഒരാൾ ബ്രേക്ക് ചെയ്തപ്പം ബാക്കിലൊരു സ്കൂട്ടർ വന്നിടിക്കുന്നത്. ഇപ്പം ബാക്കിൽ ക്യാമറ ഇല്ലെന്നുണ്ടെങ്കിൽ ആ വിഷ്വൽ ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ ഡാഷ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കണം. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ കൂളൻ്റ്, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ, ബ്രേക്ക് ഫ്ലൂയിഡ്, എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് വാഹനത്തിൻ്റെ ഹുഡ് തുറന്നിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് എവിടെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് വരുന്നത്. ഏറെക്കുറെ ഈ ഒരു പോർഷനിലായിരിക്കും മിക്ക വാഹനങ്ങളിലും വരുന്നത്. ചില വാഹനങ്ങളിൽ അത് ഈ സൈഡിലും വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം ലെവലും ഇവിടെ ഒരു മിനിമം ലെവലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനൊരു പോർഷൻ, ഇങ്ങനൊരു പടം കാണിച്ചിട്ടുണ്ടായിരിക്കും. നീല ക്യാപ്പ് തന്നെ ആയിരിക്കത്തില്ല, കളേഴ്സ് മാറും. പക്ഷേ ഈ ഒരു മോഡൽ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ വാഷ് അഥവാ നമ്മുടെ വൈപ്പർ സ്പ്രേയിലോട്ട് ഒഴിക്കേണ്ട വെള്ളം ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. എൻജിൻ ഓയിലിൻ്റെ ക്യാപ്പ്, എൻജിൻ്റെ ലെവൽ നോക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്ക്, ഇത് എൻജിൻ കൂളൻ്റ് ഫില്ല് ചെയ്യേണ്ട സ്ഥലമാണ്. ഇത് ഒരു കാരണവശാലും നമ്മൾ തുറന്നു നോക്കേണ്ട കാര്യമില്ല. ഇത് അതിൻ്റെ റിസർവ് ടാങ്കാണ് വരുന്നത്. ഈ ടാങ്കിനകത്ത് കൂളൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. കൂളൻ്റ് അവിടെ ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളില്ല. ഇൻ കേസ് നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്പ് തണുത്തിരിക്കുന്ന കണ്ടീഷനിൽ മാത്രം, അതായത് നല്ല കോൾഡ് കണ്ടീഷനിൽ മാത്രം നിങ്ങളിത് തുറന്ന് നോക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും തുറന്ന് നോക്കരുത്. തുറന്നു കഴിഞ്ഞാൽ ചൂടാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് തെറിച്ച് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടി ഇട്ടേക്കുക. അത് മാത്രമല്ല, സർവീസ് സെൻറ്റേഴ്സിൽ നമ്മൾ സർവീസിന് വാഹനം കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. അതിലും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് കമൻറ്റ് ഇടുക.